എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് ചാലക്കുടിയിലെ സ്കൂളുകളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് സ്കൂളുകളിലെ അങ്കണങ്ങൾ മാറിയിരിക്കുന്നത്. ഏകദേശം ഒരു മാസത്തിന് മുൻപാണ് ചാലക്കുടി ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചുറ്റിയ കൊണ്ട് തലക്കടിയേറ്റ് എലൈറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരു സംഭവം നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. ഇന്ന് സമാനമായിട്ടുള്ള മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, ചാലക്കുടിയിലെ ബോയ്സ് സ്കൂളിൽ +1 പഠിക്കുന്ന അദ്വൈത് പരമേശ്വരൻ്റെ അച്ഛനെ ഒരുപക്ഷെ നമ്മളെല്ലാവരും അറിയുന്നുണ്ടാവും. വളപൊട്ട് പരമേശ്വരൻ എന്നറിയപ്പെടുന്ന കലാഭമണിച്ചേട്ടന് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള പരിയാരം സ്വദേശിയായിട്ടുള്ള വളപൊട്ട് പരമേശ്വരേട്ടൻ്റെ മകനാണ് അദ്വൈത് അച്ഛനെ പോലെ തന്നെ നാടൻ പാട്ടുകൾ പാടും. നല്ല കഴിവുള്ളൊരു പയ്യനാണ്. കഴിഞ്ഞ ദിവസം ചാലക്കുടി ബോയ്സ് സ്കൂളിൽ കലോത്സവം നടന്നു. ഈ കലോത്സവത്തിന് നാടൻപാട്ട് മത്സരത്തിൽ അദ്വൈത് പങ്കെടുത്തു. അദ്വൈത് സമ്മാനാർഹനാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്വൈത് സ്കൂളിൽ പോയില്ല. അദ്വൈതിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു കഴല വന്നതുകൊണ്ട് അമ്മയും അദ്വൈതും കൂടി ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് പോയി ഡോക്ടറെ കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്ന അദ്വൈതിൻ്റെ സുഹൃത്തുക്കളെ അവിടെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അദ്വൈത് അമ്മയോട് പറഞ്ഞു, ഞാൻ ഈ സുഹൃത്തുക്കളുടെ കൂടെ വന്നേക്കാം, അമ്മ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സുഹൃത്തുക്കളുടെ കൂടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് മാസ്ക് വെച്ച രണ്ട് ചേട്ടന്മാർ അദ്വൈതിനെ ശരീരത്തിൽ പിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും, അതിനിടയിൽ മർദ്ദിക്കുന്ന സമയത്ത് അവരൊരു ചോദ്യം കൂടി അവരുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ നിന്നും മാത്രമേ വെള്ളം കുടിക്കാൻ സാധിക്കൂ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് അദ്വൈതിനെ അവിടെ ക്രൂരമായി മർദ്ദിച്ചത്. അതിക്രൂരമായിട്ടാണ് അദ്വൈതിനെ അവിടെ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്വൈത് വീട്ടിലെത്തി അമ്മയോട് വിവരം പറഞ്ഞു. അമ്മ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. ഈ പറയുന്ന അവരുടെ നാടൻപാട്ട് ടീമിൽ മത്സരം നടക്കുന്നതിനിടയിൽ അദ്വൈതിൻ്റെ സീനിയറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ദാഹിച്ചപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മർദ്ദനം നടന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്വൈതിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഈ കുട്ടിയെ പിന്നീട് അദ്വൈതിൻ്റെ വീട്ടുകാർ ചോദിച്ചപ്പോൾ അവർക്കും പിടികിട്ടുന്നില്ല. എന്തായിരുന്നാലും അദ്വൈതിനെ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വേദന ചെവിക്കും കണ്ണിനും അദ്വൈത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ചാലക്കുടിയിലെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം? ചാലക്കുടിയിലെ സ്കൂളുകൾ പഠിക്കാനുള്ളതാണ്. ഈ പഠന സമയത്തുണ്ടാകുന്ന അനുഭവങ്ങൾ ഓർക്കാനുള്ളതാണ്. ഇത്തരത്തിലുള്ള ഓർമ്മിക്കപ്പെടാവുന്ന അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടാൻ ചാലക്കുടിയിലെ ഭരണാധികാരികൾക്കും സ്കൂൾ അധികൃതർക്കും ഒക്കെ കടമയുണ്ട്. ഇത് കുറച്ച് നാളുകളായിട്ട് ചാലക്കുടിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ ചില അനിഷ്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കുക, വിദ്യാർത്ഥികളുടെ ഉള്ളിൽ തന്നെ ഗ്രൂപ്പുകളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക, പലതരത്തിലുള്ള ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അദ്വൈതിന് സംഭവിച്ചു, നാളെ മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾക്ക് സംഭവിക്കാം. ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും ഇത്തരം സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവിടുത്തെ PTA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ, ചാലക്കുടി നഗരസഭയ്ക്ക് കീഴിലുള്ള ഈ പറയുന്ന വിദ്യാർത്ഥികളെയും PTA പ്രസിഡന്റുമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മീറ്റിംഗ് നടത്തേണ്ടത് ചാലക്കുടി നഗരസഭാ ഭരണാധികാരികളുടെ ചുമതലയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അല്ലാണ്ട് ചാലക്കുടി നഗരസഭയിലെ കലാഭമണി പാട്ടുപുരയിലെ പാട്ട് നിർത്തലല്ല ഏറ്റവും ആദ്യത്തെ വിഷയം. ഇത്തരം വിഷയങ്ങളിൽ ഈ പറയുന്ന നഗരസഭ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ചാലക്കുടിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് വളരെ ഭയാശങ്കകൾ നിറഞ്ഞ സംഭവമാണ്. അദ്വൈത് എന്ന് പറയുന്ന +1 വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു. മർദ്ദനത്തെ തുടർന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അന്ന് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നത് 2 മണി ടൈമൊക്കെ ആയപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 5 മണി ഒക്കെ പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മ കണ്ടപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ കൂട്ടുകാരോട് ഉണ്ടെന്ന്. അപ്പോൾ കൂട്ടുകാരെടുത്തേക്ക് പോയി. അപ്പോൾ ഞാനും കൂട്ടുകാരും സ്റ്റാൻഡിൽ നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 2 ചേട്ടന്മാർ തോളത്തോടെ പോയിട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എൻ്റെ പെണ്ണിൻ്റെ തന്നെ വെള്ളം കുടിക്കണോടാന്ന് ചോദിച്ചു. കഴിഞ്ഞിട്ട് എന്നെ തല്ലി. ചേട്ടന്മാർ മുടിയൊക്കെ പിടിച്ച് വലിച്ചു, 2 ചെടുത്ത് അടിച്ചു. എന്നിട്ട് മുടിയൊക്കെ പിടിച്ച് വലിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ചോദിച്ചു, എന്തിനായിട്ടാ എന്നെ തല്ലിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, നിനക്ക് എൻ്റെ പെണ്ണിൻ്റെ വെള്ളം തന്നെ കുടിക്കണം, നിനക്ക് അവളുടെ തന്നെ വെള്ളം ഇറങ്ങണോടാ, എൻ്റെ പെണ്ണിൻ്റെ കമ്മൽ തന്നെ നിനക്ക് ഇടണോടാ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഈ പ്രശ്നം എന്നിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കമ്മലിലൊന്നും എനിക്ക് അറിഞ്ഞില്ല. അല്ല, ഇത് ഇവർ പറയണ സംഗതി എന്തിട്ടാണ് ശരിക്കും സംഭവം? അത് ഞങ്ങൾ സ്കൂളിലെ കലോത്സവ സമയത്ത് ഞാൻ പാട്ട് പാടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നാടൻപാട്ട്. അപ്പം അവിടുത്തെ ഒരു ചേച്ചി ഞാൻ വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ചോദിച്ചു, കമ്മൽ എങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചതിനോട്. നമ്മളെ പഠിപ്പിക്കാൻ വന്നിരുന്നു ചോദിച്ചാൽ പറഞ്ഞു, നല്ല രസം ചേച്ചി എന്ന് പറഞ്ഞു. അതല്ലാണ്ട് വേറെ എനിക്ക് അറിഞ്ഞൂടാ. അതിപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് എന്നെ തല്ലിയത്.
ഈ സൈഡ് എനിക്ക് ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു. എനിക്കിവിടെ കഴുത്തിൽ മുഴയായിട്ട് വന്നതാ. അപ്പം എന്നോട് പറഞ്ഞു നാളെ സ്കാൻ ചെയ്തിട്ട് കാണിക്കാനാണ് പറഞ്ഞു. ഇപ്പോൾ അവരവിടെ അടിച്ച 2 സൈഡിൽ അടിച്ചു, മുടിയൊക്കെ പിടിച്ച് വെച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് 2:30 വന്നത്. ചെവിടിൽ തലവേദന കായലായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ്, ക്യാഷ്വാലിറ്റി കാണിക്കാൻ വന്നത്. അത് കണ്ട് ഞങ്ങൾ 4:30 5 5:30 കാണണം. ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോയി. ചെന്നപ്പോൾ അങ്ങനെ കൂട്ടുകാരെ കണ്ടപ്പോൾ എന്നോട് നമുക്കൊപ്പം ഞാൻ കൂട്ടുകാരോട് വന്നോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയതിന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഞാൻ അറിയുന്നത്. 2 പേര് അവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് 2 പേരെന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് 2 ചെവിടുത്ത് മാറി തല്ലിയെന്ന് പറയുന്നത്. എന്തിനു തല്ലിയെന്ന് എനിക്കറിയില്ല. മോൻ ബോയ്സ് സ്കൂളിൽ പഠിക്കണേ, ചാലക്കുടി ബോയ്സ് സ്കൂളിൽ പഠിക്കണേ. അവിടെ ഒരു കലോത്സവ പരിപാടി ഉണ്ടായിരുന്നു. നാടൻപാട്ടിലൊക്കെ എൻ്റെ മോൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം അതിൽ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരു കുട്ടിയോട് വെള്ളം കുടിക്കാൻ ചോദിച്ചു, വെള്ളം കൊടുത്തു. അപ്പോൾ ഇവർ തല്ല് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ പറഞ്ഞത്, നീ എന്തിനാ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വെച്ച് കുടിച്ചേ, അത് പറഞ്ഞിട്ടാണ് അവർ മർദ്ദിച്ചത്. അതായത് കുടിക്കാനായി ദാഹിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ഗ്രൂപ്പിലെ ഒരു സീനിയർ കുട്ടിയോട് ചോദിച്ചതിനാണ് അങ്ങനെ അത് പറഞ്ഞിട്ടാണ് തല്ലിയത്. പിന്നെയുള്ള ഇവിടെ എൻ്റെ മോൻ്റെ ഞങ്ങൾ പണിയെടുത്ത് പാങ്ങളാണ്. അപ്പോൾ ഇനി എങ്ങനെ ഇതൊന്നും എനിക്കറിയില്ല. ഇനി ഇതിൻ്റെ പേര് വല്ല ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക്. നല്ല പേടിയുണ്ട്. അതിൻ്റെ മോൻ സ്കൂളിൽ പോണതല്ലേ.